കോഴിക്കോട് പട്ടണത്തിൽ 70-കാരിയായ ഉമ്മ നഗരത്തിലുള്ള ഒരു സ്വകാര്യ ഹോസ്പിറ്റലിൽ 4 ദിവസം ബോധമില്ലാതെ ഐസിയുവിൽ കിടക്കുകയാണ്. 5-ാമത്തെ ദിവസം നേരം പുലരുമ്പോ പ്രായമുള്ള ഉമ്മ കണ്ണു തുറക്കുകയാണ്. ബോധം തിരിച്ചു വരികയാണ്. സ്വന്തം മക്കളെ വിളിച്ച് അന്വേഷിക്കുകയാണ്, ഇന്നത്തെ ദിവസമേതാണ്. മൂത്ത മകൻ പറഞ്ഞു, ഉമ്മ ഇന്നൊരു വെള്ളിയാഴ്ചയാണ്. ആ ഉമ്മാന്റെ 2 കണ്ണുകളും നിറഞ്ഞൊലിക്കുകയാണ്. മോനെ, വർഷങ്ങളായ റബ്ബിനോടുള്ള പ്രാർത്ഥനയാണ് വെള്ളിയാഴ്ചയിൽ പിരിയാനുള്ള സൗഭാഗ്യത്തിന് വേണ്ടി. അൽഹംദുലില്ലാഹ്, എന്റെ റബ്ബിലേക്ക് പോകാൻ ദിവസം വന്നിട്ടുണ്ട്, സമയമായിട്ടുണ്ട്. നഷ്ടപ്പെട്ടുപോയ ബോധം റബ്ബ് എനിക്ക് ഈ സമയത്ത് തിരിച്ചു തന്നത് റബ്ബിലേക്ക് പോകാനാ. വീട്ടിൽ ഓടിച്ചെല്ലണോ? ഉമ്മാന്റെ നിസ്കാരക്കുപ്പായം എടുത്ത് ആശുപത്രിയിലെത്തണോ? ഉമ്മാന്റെ ഉപദേശം കേട്ട മകൻ ഓടുകയാണ്. വീട്ടിലുള്ള നിസ്കാരക്കുപ്പായം എടുത്ത് ഉമ്മ കിടക്കുന്ന ആശുപത്രിയിലെത്തുകയാണ്. ഉമ്മമാരെ, കല്യാണത്തിനും സൽക്കാരം ചടങ്ങുകളിലും അതേ പുതിയ ഡ്രസ്സുകൾ എടുക്കാറില്ലേ? റബ്ബിലേക്കുള്ള അന്ത്യയാത്ര പുറപ്പെടുമ്പോ ധരിക്കാൻ നല്ല ഒരു നിസ്കാരക്കുപ്പായം വീട്ടിലുണ്ടോ? തഹജ്ജുദ് നിസ്കരിച്ച കുപ്പായമുണ്ടോ? ദുഹാ നിസ്കരിച്ച നിസ്കാരക്കുപ്പായം റെഡിയാണോ? ഒരുപാട് നിസ്കാരത്തിൽ ശരീരത്തിൽ ധരിച്ച ബറക്കത്തുള്ള നിസ്കാരക്കുപ്പായം വീട്ടിലുണ്ടോ? മരണം തേടിയെത്തുമ്പോ കഫം ചെയ്ത് പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടുപോകുമ്പോ മയ്യത്തിലേക്ക് പുരുഷന്മാര് അതാ എടുത്തുകൊണ്ട് കയറ്റിവെക്കുമ്പോ നിസ്കാരത്തിൽ ധരിച്ച നിസ്കാരക്കുപ്പായം വൃത്തിയുള്ളത് ഒന്ന് ധരിപ്പിച്ചു തരാൻ ഇന്ന് വീട്ടിൽ റെഡിയാണോ? 70-കാരിയായ ഉമ്മാന്റെ നിസ്കാരക്കുപ്പായമെടുത്ത് പ്രിയപ്പെട്ട മകൻ ഓടുകയാണ് ആശുപത്രിയിലേക്ക്. ഉമ്മ പറയുന്നു, മക്കളെ, എനിക്കൊന്ന് കുളിക്കണം, വുളു എടുക്കണം. മക്കളെ സഹായത്തോടെ കുളിച്ച് വുളു എടുത്ത് ഖിബിലയിലേക്ക് ആശുപത്രി കിടക്കയിൽ തിരിഞ്ഞങ്ങ് കിടക്കുകയാ. കലിമത്തു തൗഹീദ് ചൊല്ലുകയാ. മക്കളും പേരമക്കളും വന്ന് പ്രായമുള്ള ഉമ്മാന്റെ കവിൾത്തടങ്ങളിൽ ഉമ്മ കൊടുത്ത് ചോദിക്കുകയാണ്, ഉമ്മ പിരിയുകയാണോ? മക്കളങ്ങ് നിലവിളിക്കാൻ തുടങ്ങുമ്പോ, കരഞ്ഞ് ശബ്ദം ഉയർത്താൻ ആരംഭിക്കുമ്പോ, ആശുപത്രി കിടക്കയിൽ മരണം കാത്ത് കിടക്കുന്ന ഹജ്ജുമ്മ പറയുന്നു, മക്കളെ, കരയണ്ട, എന്റെ സമീപത്തിരുന്ന് ശബ്ദം ഉയർത്തണ്ട. ഉമ്മാന്റെ ശരീരത്തിലുള്ള റൂഹ് വിട പറയുമ്പോ ഉമ്മാന്റെ ആത്മാവിനെ സ്വീകരിക്കാൻ ഉമ്മാന്റെ മുമ്പിലെത്തിയത് ആരാണെന്നറിയുമോ? റഹ്മത്തുൽ ആലമീൻ, ഇമാമുൽ മുത്തഖീൻ, ശഫീഉൽ മുദ്നിബീൻ, ഹബീബ് റബ്ബിൽ ആലമീൻ, മദീനയുടെ മണൽപ്പരപ്പിൽ കിടക്കുന്ന രാജാവാ മുഹമ്മദുർ റസൂലുള്ളാഹ്.
വലിയുള്ളാഹി വന്നിട്ടുണ്ട്. വടകര മുഹമ്മദാജി തങ്ങൾ ഉപ്പാപ്പ ഹാജരായിട്ടുണ്ട്. ഔലിയാക്കളിൽ ഞാൻ സ്നേഹിച്ച മശായിഖുമാരൊക്കെ വന്നിട്ടുണ്ട്. അവരെ പ്രൊട്ടക്ഷനിൽ ഹബീബായ തങ്ങൾ ഹാജരായിട്ടുണ്ട്. ഉമ്മ പോവുകയാ, മക്കളെ വിളിച്ച് സലാം ചൊല്ലിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് കലിമ ചൊല്ലിയിട്ട് പ്രായമുള്ള ഉമ്മയങ്ങ് കണ്ണടച്ചു. വയറ് പറയാനുള്ള കേവലം നേച്ചറല്ല, ജീവിതത്തിൽ എനിക്കും നിങ്ങൾക്കും ഇങ്ങനെ ഒരു മരണം ലഭിക്കണേ എന്നെ തീരുമാനിക്കാനാണ് അല്ലാഹു ജല്ല ജലാലുഹു ഹബീബായ തങ്ങളെ കണ്ട് മരിക്കുന്ന മുത്തഖീങ്ങളിൽ മുഅ്മിനീങ്ങളിൽ നമ്മെല്ലാം പെടുത്തിത്തരട്ടെ. അവസാനം മോശമായി മരണം വരുന്ന ദുഷിച്ച മനുഷ്യരിൽ നിന്ന് അല്ലാഹു നമുക്ക് സലാമത്ത് തരട്ടെ. സമയത്തിന്റെ പരിമിതികളുണ്ട്, എനിക്ക് വിശദമായി പറയാൻ സമയം അനുവദിക്കുന്നില്ല. ഞാൻ എന്റെ പ്രസംഗം ചുരുക്കുകയാണ്. വിശദമായി ഇൻഷാ അല്ലാഹ് മറ്റൊരു വേദിയിൽ നമുക്ക് പ്രഭാഷണം നടത്താം. അല്ലാഹു നമുക്ക് ആയുസ്സ് നീട്ടിത്തരട്ടെ, ആഫിയത്ത് നിലനിർത്തി